ഇപ്പോൾ ഈ ഒരു ആഗോളതലത്തിൽ കേസുകളിലൊക്കെ അങ്ങനെ കണ്ടപ്പോൾ കേരളത്തിൽ നമ്മൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്ത്രീകളുടെ ആറാത്തിയൊക്കെ ചേർന്ന് നമ്മൾ വ്യാപകമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് മറ്റിടങ്ങളിലേക്കാളും കൂടുതൽ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, കൃത്യമായിട്ട് കണക്ക് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇത് സംബന്ധിച്ചിട്ടുള്ള വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഈ ഒരു വകഭേദം അധികം തീവ്രമാകാത്തതാണ് എന്നുള്ള ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വ്യാപനശേഷി കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ രോഗങ്ങളുള്ളവർ തീർച്ചയായിട്ടും പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കണം. ഇത് ദയവായിട്ട് എല്ലാവരും ഓർക്കണം. കാരണം മറ്റു രോഗങ്ങളുള്ളവർക്കാണ് കോവിഡ് വന്നാൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും രോഗങ്ങളുള്ളവർ പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കണം. എല്ലാവരും ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണം. ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം. ഇതാണ് കോവിഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട